ഹായ്. നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളെ മാനസാറിന്റെ കെയർ ഓഫില് കർക്കിടക മരുന്ന് ഉണ്ടാക്കിയതിനും അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഇന്ന് ഇടുന്ന്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. അപ്പൊ അതുള്ളൂ അരച്ചതാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഉള്ളിലേക്ക് ഇട്ടത്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആയുർവേദ കൂട്ടും ഉള്ള പൊടിയാണിത് നമ്മളിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൊടി ഇടുന്നതിനനുസരിച്ച് അപ്പുറപ്പടിന് നമ്മൾ നേരത്തെ ഇറക്കി വെച്ചാൽ ചൂടുള്ള വെള്ളം ഒഴിക്കണം, ചൂടുവെള്ളം ഒഴിക്കണം. നല്ല പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ആയിട്ട് വരുമല്ലോ. ശ്രീജേച്ചിയും വിജേഷും ഭാർഗേച്ചിയും കൂടി നല്ല കുഴച്ച് വെച്ച് റെഡിയാക്കലാന്ന്. ഇപ്പോൾ രണ്ടാമതും കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് ഏകദേശം മിക്സിങ്ങിനും കൂടി വേണ്ടിയിട്ട് ഒഴിക്കുന്ന തേങ്ങാപ്പാലാണ്. ഇനിയെല്ലാം അടുപ്പത്ത് വെച്ച് വെന്ത് ഏകദേശം പാകമായി വരുമ്പോൾ ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കുക. അങ്ങനെ വൈകുന്നേരം 7:20 ആവുമ്പോൾ നമ്മളിത് മരുന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഭാർഗേച്ചിയും വിജേഷും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കലാണ്. വെള്ളം കുറുക്കാൻ വേണ്ടി വെള്ളം പട്ടണത്തിലേക്ക് ഇടുന്ന കാഴ്ച നമ്മളിപ്പോ കാണും. വെള്ളം ഉരുകി അതിനിപ്പോ അരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന കാഴ്ച നമ്മള് കാണുന്നത്. നമ്മൾ നേരത്തെ കുറുക്കിയ വെള്ളം ഇപ്പോ മരുന്നിലേക്ക് ഒഴിക്കുന്നുണ്ട് സുരൻ. ജ്യോതിഷും സമീർ മത്സരിച്ചിളക്കുന്നുണ്ട്. ജോഷ് ഇപ്പം ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ അവന് കൈക്കാലെല്ലാം മസിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കലാന്ന്. അങ്ങനെ നമ്മൾ അച്ചോട്ടെ ചൊട്ടം കൈക്കലാക്കിയിട്ടുണ്ട്. സമീറാറ് ഇപ്പാന്നൊരു വൈദ്യശാലിന്റെ ലുക്ക് വന്ന് അച്ചോട്ടൻ നിൽക്കാൻ തുടങ്ങിയാരോ അങ്ങനെ പറയുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കലാന്ന്. ചിക്കനും ചപ്പാത്തിയും കുബൂസ് റൊട്ടി എന്തെല്ലാം ഉണ്ട്. സമീർ ആഷ്ലി മേലേന്ന് കഴിക്കുന്നുണ്ട്. തിന്നലാണ് വിജേഷം മിറ്റത്ത് നിൽക്കുന്നുണ്ട്. സമീർ സ്ഥലം മാറിയിരുന്നിട്ടുണ്ട്. വീനെ ചെങ്ങന്ന് ക്യാമറ കണ്ടപ്പാടാത്തി കോടിയുണ്ട്. അച്ചാട്ടിന് മാച്ചൻ തിന്നുന്നുണ്ട്. നെയ്യുടെ താല് ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു കുപ്പി നെയ്യ് ഭാർഗേച്ചി മരുന്നിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതീവ ഡേഞ്ചറിൽ ഇളക്കാന്നാണ് സുരം പറയുന്നത്. ഞാൻ വീട്ടിൽ പോകാൻ നന്ന ലേറ്റാവും. അതുകൊണ്ട് ആശ്ലീൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പോകുന്നു.
ഇത്താട്ടനും വന്നിട്ട് ഇപ്പോൾ ഇളക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വർഗച്ച എന്തെല്ലാം ഇട്ടേ? ഈത്തപ്പഴം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈത്തപ്പഴം, മുന്തിരിങ്ങ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അരസിനെ കൊണ്ടാക്കി വരുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കി പാല്, അതുപോലെ ബാക്കി കുറേ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. സ്വര്ണ സമീറയുടെ മത്സരിക്കൊന്ന് മരുന്ന് നല്ലോണം കുറുകി വന്നു. അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്, വെക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട്. സമീർ വിജേഷ് നല്ല പുകയിൽ ഇങ്ങനെ ടൈറ്റായ സമയം മരുന്ന് തീരെ പറ്റുന്നില്ല, ഭയങ്കര പുകയാന്ന്. സൈഡിന് പറ്റിയല്ല സീറ്റ് ചെരണ്ടി എടുക്കലാന്ന്. അങ്ങനെ ഇപ്പൊ 2:30 നമ്മളിത് അടുപ്പൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. 7:20 വെച്ചത്. 2:30 വരെ നമ്മള് അടുപ്പൊന്ന് ഇറക്കിക്കൊണ്ടിരുന്ന്. നമ്മളിപ്പം 2.5 കിലോ അയമോദത്തിൻ്റെ ഒരു മരുന്ന്, കർക്കിടക മരുന്നാണ് ഉണ്ടാക്കിയത്. 2 കിലോ അയമോദത്തിന് പറഞ്ഞാൽ 2 കിലോ അയമോദകം, 1 കിലോ ഉലുവ, 1 കിലോ ആജാളി, 1 കിലോ ചതൂപ്പ, 1 കിലോ അമുക്കുരം, 1 കിലോ പിന്നെ തേറ്റാങ്കുരു, പിന്നെ 500 പിന്നെ കുരുമുളക്, 500 ചുക്ക്, 500 ജീരകം, 1 കിലോ മല്ലി, പിന്നെ ആജാളി 1/2 കിലോ, ചതൂപ്പ് അത് പറഞ്ഞു മഞ്ഞൾ പിന്നെ 1/2 കിലോ, പിന്നെ കസ്കസ് വൈറ്റ് 1/2 കിലോ, കസ്കസ് ബ്ലാക്ക് 1/2 കിലോ, തേങ്ങാപ്പാൽ. പിന്നെ ഇപ്പം 2.5 കിലോ എടുത്തത് ഉള്ള നമ്മൾ ഈ ഒരു സംഘം ഉണ്ടാക്കിയത് 100 തേങ്ങക്ക് 10 ലിറ്റർ പാല് നോട്ടം എടുത്ത്, കൽക്കണ്ടി 2 കിലോ, വെള്ളം 51 കിലോ, നെയ്യ് 2.5, എള്ളെണ്ണ 5 ലിറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം 51 കിലോ പറഞ്ഞിട്ടുണ്ട്. വെള്ളം 51 കിലോ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ മരുന്ന് ഉണ്ടാക്കി പാകം ചെയ്ത് നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം പിന്നെ 1/2 കിലോ ചേർത്തിട്ടുണ്ട്, 1/2 കിലോ ചേർത്തിട്ടുണ്ട്, കോവപ്പൊടി 1/2 കിലോ ചേർത്തിട്ടുണ്ട്, മുന്തിരി 1/2 കിലോ ചേർത്തിട്ടുണ്ട്, ബദാം പരിപ്പ് 1/2 കിലോ ചേർത്തിട്ടുണ്ട്, എള്ള് 1 കിലോ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലുള്ള നല്ലൊരു മരുന്ന് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മരുന്നാക്കാൻ തുടങ്ങിയിട്ട് ഒരു 35 വർഷം പഴക്കമായി. എല്ലാ വർഷവും ഞാൻ ആക്കലുണ്ട് മരുന്ന്. ഞങ്ങളെ കുടുംബസമേതാക്കും. എല്ലാവർക്കും വേണമെങ്കിൽ കുറേശ്ശെ ആക്കിയിട്ട് കൊടുക്കും. ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് എല്ലാവരും മരുന്നെടുക്കലുണ്ട്, ആക്കലുണ്ട്. ആദ്യം കുടുംബശ്രീപരമായിട്ട് ആക്കും, ഇപ്പം സ്വന്തമായിട്ട് ആക്കും. അങ്ങനെയുള്ള ഒരുപാട് നാളായി മരുന്നാക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഫലപ്രദമാണ്. അതിൽ നല്ല വിശ്വസ്തയോടുകൂടി ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അതിനാരും കുറ്റമൊന്നും പറയില്ല. എപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വാങ്ങലുണ്ട്. നമ്മുടെ EMS വായനശാല പൊതു ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ കർക്കിടക മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മരുന്ന് വാങ്ങിയത് നമ്മളെ TK ആയുർവേദ ഷോപ്പ് കമ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മളെ എല്ലാ മെമ്പർമാരുടെയും കൂട്ടായ്മയിൽ നല്ലൊരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരുടെ ഒരു പങ്കാളിത്തം ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്.
അങ്ങനെ മരുന്നെല്ലാം റെഡിയായി. നമ്മളിപ്പോ ബോട്ടിലാക്കിയിട്ട് തൂക്കം കണക്കാക്കലാന്ന്. സമയം ഇപ്പോൾ ഏകദേശം 4:45 അങ്ങനായി. വെളുപ്പാങ്കാലത്ത് 4:45. അപ്പോൾ നമ്മൾ മരുന്നെല്ലാം ഡബ്ബയിലാക്കി ഏകദേശം പേക്കാക്കി കഴിഞ്ഞു. സെമീറും മാച്ചിനും ഇടുന്ന് പട്ടണം മേടിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. സന്തോഷാർന്ന ശ്രീത്തും അത് അങ്ങ് വായനശാലയുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളിതാക്കി തീരലും മഴയും എന്തോ ഭാഗ്യത്തിന് ഇത് ആക്കി പേക്കാക്കുന്നത് വരെ മഴേൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 5 മണിയോളം ആയി ടൈം. 4:55 ഈ സമയമാണ് ഇത് ആക്കി തീർത്ത് നമ്മൾ എല്ലാ പണിയും ഒരുക്കിയത്. അതേ സമയം തന്നെ മഴയും പെയ്തു. നമ്മൾ ഇന്നലെ ഇളക്കുമ്പോൾ വിജേഷിൻ്റെ കണ്ണിൻ്റെ ഈ സൈഡിൽ തെറിച്ചിട്ട് പൊള്ളിയിട്ടുണ്ട് മരുന്ന് ഇളക്കുമ്പോൾ. അത്രക്കും ഭയങ്കരമായ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു വിജേഷ് കാഴ്ചവെച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.